ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പർപ്പിൾ ഹൗസിൽ നിന്ന് പോകുന്നു. പിന്നെ 1 ഇയറിന് ശേഷം നമ്മളിന്ന് മൊത്തം ബ്രേസസ് അഴിക്കാൻ പോകുന്നു. പിന്നെ CBSE പ്രകാരം പുതിയ ബുക്സ് ഇന്ന് വാങ്ങിക്കാൻ പോകുന്നു. അതറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചാലോ. യെസ്, നമ്മുടെ മിട്ടുവിനൊക്കെ കൊണ്ടുവരണം ഗൈസ്. ഇപ്പോൾ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ പിടിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ മിട്ടുവിന് ബായ് പറഞ്ഞ് ദേ അപ്പ കാറിൽ കയറ്റാൻ പോവാണ് ഗൈസ്. മെല്ലെ പൊക്കോ, അപ്പ കൈ കൊടുത്തോളൂ. അങ്ങനെ ഞങ്ങൾ 10 ദിവസം വെക്കേഷൻ കഴിഞ്ഞ് ഇറങ്ങാണല്ലോ ടിയ. യെസ് ഗൈസ്, ബൈ ബൈ. അങ്ങനെ ഗൈസ്, നമ്മൾ 10 ഡേയ്സ് വെക്കേഷന് ശേഷം വിഷു ആഘോഷിക്കാൻ വീണ്ടും നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. പക്ഷെ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഒന്നും മിണ്ടാതിരിക്കണം വിട്ടു. ഫസ്റ്റ് നമ്മൾ എവിടേക്കാട്ടിയ ബുക്ക് അതികുട്ടനെ കാണാനില്ല. അതികുട്ടനെ നമ്മൾ പർപ്പിൾ ഹൗസിൽ ഇരുത്തി. എവിടെ വന്നു. ഓക്കെ, അപ്പൊ ബുക്ക് വാങ്ങിക്കാൻ പോവാലടാ. അങ്ങനെ നമ്മളൊരു 10 ദിവസം പർപ്പിൾ ഹൗസിൽ ഇരുന്നതിന് ശേഷം നമ്മളിനി ബുക്ക് വാങ്ങിക്കാൻ പോകട്ടെ. ഇപ്പോൾ സമയം ഒരു 8:30 നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ പോയി കാണാം. നമ്മൾ അദ്യക്കുട്ടൻ്റെ ബുക്സ് എല്ലാം വാങ്ങി. CBSE ആയതുകൊണ്ട് ഇപ്രാവശ്യം ബുക്സ് എല്ലാം കുറവല്ല, വന്നിട്ടില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പർപ്പിൾ ഹൗസിൽ നിന്ന് ദേ വീട്ടിൽ വന്നു. അദ്യക്കുട്ടനെ വീട്ടിൽ ഇറക്കി വിട്ടിട്ട് അപ്പയാണ് നമ്മളിന്ന് ബ്രേസസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങോട്ട് വാ. എനിക്ക് വയ്യ ഗൈസ്, ഇന്നിപ്പോ പല്ലൊക്കെ കറക്റ്റാ. ഇതുപോലെ ബ്രേസസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ. അങ്ങനെ നമ്മളിത് ഹോസ്പിറ്റലിൽ എത്തി. കഴിഞ്ഞ 1 വർഷമായി നമ്മളെല്ലാം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഇത് കാണാൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ ടീക്കുട്ടിയുടെ ബ്രേസസ് മേലത്തെയും താഴത്തെയും റിമൂവ് ചെയ്യാൻ പോവാണ്. പക്ഷെ ഒരു ഇഷ്ടമില്ലാണ്ടാണ് ടീക്കുട്ടി ഇത് റിമൂവ് ചെയ്യുന്നത് കേട്ടോ. കാരണം ടീക്കുട്ടിക്ക് ബ്രേസസ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ഡോക്ടേഴ്സ് വരെ ഞെട്ടിപ്പോയി ഗൈസ്. കാരണം ഇങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. എത്രയും പെട്ടെന്ന് ആ സാധനം അഴിച്ചു മാറ്റണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ടീക്കുട്ടിക്ക് ആ ബ്രേസസ് അഴിക്കരുത്, എന്തെങ്കിലും വഴിയുണ്ടോ ഡോക്ടറേയും ചോദിച്ചിട്ട് വീണ്ടും 1 മാസം ആക്കിയിട്ടുണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അവസാനം കാത്തിരുന്ന് നമ്മുടെ 1 ഇയർ ആയിട്ടുണ്ടാവും നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ട് എല്ലാ മാസത്തെ അപ്ഡേറ്റ്സ് ഉണ്ടാവും. നിങ്ങൾ ടീക്കുട്ടി ബ്രേസസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയതായിട്ട് ബ്രേസസ് ഇടുന്ന കുഞ്ഞുമക്കൾക്ക് കേട്ടോ. 1 വർഷം കൊണ്ട് തന്നെ നമ്മുടെ ഡിഫറൻസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ എന്താ പറയുക ഡ്രീം മൊമെന്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ 1 വർഷം കാത്തിരുന്നതിന് ശേഷം കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇതേ മന്താണ് തോന്നുന്നു നമ്മൾ ഇട്ടത്. ആ മാസം തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റി. അതിൽ താങ്ക് യു സോ മച്ച്. ഡോക്ടേഴ്സിൻ്റെ സപ്പോർട്ടാണെങ്കിലും അവിടുത്തെ ചേച്ചിയുടെ സപ്പോർട്ടാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ഇഷ്ടത്തോടു കൂടിയിട്ട് ടീക്കുട്ടി വന്നതും ഇനിയും ചെയ്യണം എന്ന് പറഞ്ഞതും. അങ്ങനെ നമ്മുടെ ബ്രേസസ് റിമൂവ് ചെയ്യാൻ പോവാണ്. പക്ഷെ ചെറിയൊരു ചമ്മലുണ്ട് കേട്ടോ ആൾക്ക്. അതായത് ബ്രേസസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫേസ് കാണുമ്പോൾ ചെറിയ നാണമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ബ്രേസസ് റിമൂവ് ചെയ്തിരിക്കുകയാണ്. മേലത്തെ ടീത്തിൻ്റെ ഇത് റിമൂവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പോളിഷ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഓൾറെഡി ടീക്കുട്ടി പല്ലും കാര്യങ്ങളൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് വലിയൊരു കാര്യം കേട്ടോ. എന്ത് ഫുഡ് കഴിച്ചാലും ബ്രഷ് ചെയ്യലും ഒക്കെ ആൾക്ക് ഭയങ്കര ചമ്മലാട്ടോ. അപ്പോൾ ഫ്രണ്ട് പല്ലൊക്കെ കാണുമ്പോൾ ഒരിത്. അപ്പോൾ ഇനി കുഞ്ഞുമക്കൾ ആരെങ്കിലും ബ്രേസസ് ഇടുകയാണെങ്കിൽ പേടിക്കാതെ ധൈര്യത്തിലിട്ടോളൂ. പാരൻസ് പറഞ്ഞിട്ട് അത് കേൾക്കണേ. കാരണം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പേരൻസ് പറയുന്നത്. അപ്പോൾ കുറേ പേരൻസ് വിളിച്ച് പറഞ്ഞു നിമിഷാൻറ്റിൻ്റെ പറച്ചിൽ മീൻസ് വാക്ക് കേട്ടിട്ട് കുറേ മക്കൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പോൾ താങ്ക് യു സോ മച്ച് മക്കളെ. കാരണം ഇത് ഈ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇനി 10th അതുപോലെ തന്നെ ബോർഡ് എക്സാംസ് ഒക്കെ വരുമ്പോൾ ഒക്കെ നമുക്ക് റിസ്ക് ആണ്. അപ്പോൾ മാക്സിമം പാരൻസ് പറയുന്ന ആ സമയത്ത് തന്നെ ഇടാൻ നോക്കുക. അപ്പോൾ ഈ താഴത്തെയും കൂടി അഴിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ഇതിൻ്റെ വീഡിയോസൊക്കെ ചോദിക്കുന്നവർക്കായി ടീക്കുട്ടി ബ്രേസസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കിട്ടും. ഫസ്റ്റ് തൊട്ടിട്ട് കാണുക കേട്ടോ ഒരാൾ ബ്രേസസ് ഇടുമ്പോൾ. ഇതിപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ ഈ താഴത്തെ പല്ല് കൂടി ടീക്കുട്ടിക്ക് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എടുക്കാൻ മറന്നു തോന്നുന്നു. അങ്ങനെ നമ്മുടെ ബ്രേസസ് 2 റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നമുക്കിത് റീറ്റെയിനേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് അലൈനേഴ്സ് പോലത്തെ. അപ്പോൾ അതിൻ്റെയും അളവ് എടുത്തിട്ടുണ്ട്. അതിന് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കട്ടെ. അതൊരു 1 ഇയർ ഇടണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ അവസ്ഥ ഒരു 1 ഇയർ ശേഷം. ടീക്കുട്ടി ആദ്യമായിട്ട് മിറർ നോക്കാൻ പോട്ടെ എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മ ഈ വീഡിയോ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒട്ടും ഭംഗിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. പെട്ടെന്ന് ആ ഒരു ബ്രേസസ് ഫേസിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു ചമ്മലാണ് ടീക്കുട്ടിയുടെ ഫേസിൽ നിങ്ങളിപ്പോൾ കാണുന്നത്. പക്ഷെ എന്തായാലും അടിപൊളിയാണ്. നമുക്ക് ബാക്കി വീട്ടിൽ പോയിട്ട് ഒന്ന് റെഡി ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ബ്രേസസ് കഴിച്ചിട്ട് എന്താണ് അന്ന് നോക്കല്ലേ എക്സ്പീരിയൻസ് പറയും.
നോക്കട്ടെ, നല്ല ഭംഗിയുണ്ടല്ലേ ഗൈസ്. ഇപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ, വായ തുറക്കുന്നേ ഇല്ല. പ്ലീസ് പ്ലീസ് നന്നായിട്ടാ അമ്മ കാണട്ടെ. ചെറുതായിട്ട് കാണിക്കടാ. ടിയ ആരെ പോലെ ഉണ്ട് പറയട്ടെ, ആരെ പോലെ ഉണ്ട് പറയട്ടെ. എന്തോ ഒരു ഡിഫറൻസ് ആയിട്ട് നോക്കട്ടെ. നന്നായി ചിരിക്ക്. നീ ഇങ്ങനെ ചിരി ഹൈഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ലൈറ്റ് ആയിട്ട് ചിരിക്കൂ. ചിന്നപ്പ് ചിൻഡൗൺ. എടാ ഗൈസ്, എടാ അതൊന്ന് കാണട്ടെ. എന്തിനാ അങ്ങനെ കാണൂ? എത്ര സെക്കൻഡ്? 10 സെക്കൻഡേ കാണിച്ചു തരുള്ളൂ എന്നാ പറയണ. ചിരിക്ക്. ഇപ്പം ഇതാണ് അവസ്ഥ. വീഡിയോ എടുക്കാൻ വിളിച്ചാൽ വരുന്നില്ല, എൻ്റെ പല്ല് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. ബ്രേസസ് ഇട്ടപ്പോൾ എന്തായിരുന്നു, ഇപ്പോൾ ബ്രേസസ് അഴിച്ചിട്ട് പല്ല് കാണിച്ചു തരില്ല എന്നാ പറയുന്നത്. എടാ നന്നായിട്ട് മെല്ലെ ചിച്ച് അമ്മ തങ്കം. സൂപ്പർ. ആരെപ്പോലെ ഉണ്ടെന്ന് അറിയാതെ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് പറയാം. അപ്പം നമ്മളത് അദ്ദിക്കുട്ടൻ്റെ മാത്രം സ്കൂൾ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് എക്സാം പാഡാ. അപ്പോൾ അദ്ദിക്കുട്ടൻ്റെ മാത്രം നോട്ട് ബുക്സും ടെക്സ്റ്റ് ബുക്സ്. എടാ കുഞ്ഞു അത് തുറക്കല്ലേ. ഇത് ഈ ബുക്സ് നോട്ട് ബുക്സും ടെക്സ്റ്റ് ബുക്സും എടുത്തേ. അപ്പോൾ എല്ലാം സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും. ടീക്കുട്ടിയുടെ ഒന്നും പോലും കിട്ടിയില്ല, നോട്ട് ബുക്സ് മാത്രമേ എടുക്കടാ. അപ്പോൾ നമുക്ക് ഇനി ഇന്ന് തൊട്ടിട്ട് ഒരു 1 hour സ്റ്റഡി ടൈം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു 1 hour ജസ്റ്റ്. ബുക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പഠിച്ചേ പറ്റൂ. അപ്പോൾ നോട്ട് ബുക്സൊക്കെ ഇനി മെല്ലെ കവർ ചെയ്യായിരിക്കും. ഇത് പിടിച്ചു. ടിയ അങ്ങോട്ട്. എടാ ഇത് നിൻ്റെ പ്രൊജക്റ്റ് ആട്ടോ, അങ്ങോട്ട് വരൂ ഗൈസ്. ടീക്കുട്ടിയുടെ ബ്രേസസ് ഞാൻ ഇവിടെ ഇരിക്കടാ. ആണടാ വന്നാ. ടീക്കുട്ടി ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് വന്നാണ്. എങ്ങനെയുണ്ട് നോക്കട്ടെ. അപ്പോൾ ടീക്കുട്ടി ബ്രേസസ് റിമൂവ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡേ ഒന്ന് നോക്കട്ടെ. അയ്യോ ക്യൂട്ടായിട്ടുണ്ടോ നിങ്ങൾ എന്നെ പറയട്ടോ. ടീക്കുട്ടി പോയി, അവൾക്ക് ഇഷ്ടമായില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, നോട്ട് ബുക്സ് ടെക്സ്റ്റ് ബുക്സൊക്കെ ഒന്ന് എടുത്തേ. CBSE ആണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ബുക്സ് കിട്ടിയോ? 6th ബുക്സ് കിട്ടിയോ? ഇതാണ് ഞങ്ങളുടെ സയൻസ്. മക്കളെ സയൻസ് ഭയങ്കര പ്രശ്നമാട്ടാ. ചിച്ചോ ഇപ്രാവശ്യം സയൻസിനാണെന്ന് തോന്നുന്നു എനിക്ക് മാർക്ക് കുറവ്. 100ൽ എത്രയാണ് 70 സംതിങ്ങേ ഉള്ളൂ. അതിക്കൂട്ട് സാധാരണ നമുക്ക് ഫുൾ മാർക്കൊക്കെ വരുന്ന സംഭവമാണ് സയൻസ്. പക്ഷെ ഇപ്പോൾ ഒന്നും വരുന്നില്ല ഗൈസ്. ഫുൾ മാർക്കൊന്നും എൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും മാർക്ക് അതിൽ കുറവാണ്. എന്താ ക്യൂരിയോസിറ്റി. ഇതാണ് സയൻസിൻ്റെ മീൻസ് കണ്ടൻസ് എന്ന് പറയുന്ന സാധനം. വണ്ടർഫുൾ വേൾഡ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, സാധാരണ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ബാക്കിലുണ്ടാവുന്നതാണ്. പക്ഷേ അതിക്കുട്ടാ ഗൈസ് കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇല്ല, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ഇല്ല. ചിക്കു എങ്ങനെയാ പഠിക്കുക? ഞങ്ങൾക്ക് നോട്ടിൽ നോക്കി മേടിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നോക്കി എന്തോരം വലിയ ബുക്കാണെന്ന്. ഇവരെ ഈസി ആക്കി എന്ന് പറഞ്ഞിട്ടൊന്നും ഈസി ആക്കിയില്ല. ദൈവമേ 6th സോഷ്യൽ നോക്കി. ഇത് അതിക്കുട്ടൻ ഇതൊന്ന് പിടിച്ചേ. സോഷ്യൽ ഇത്തോരം കട്ടിയുണ്ട് കേട്ടോ. പക്ഷെ മലയാളം ഭയങ്കര സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ആകെ 4 പേജേ ഉള്ളൂ. കുഞ്ഞതാ ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഹിന്ദി കിട്ടിയിട്ടില്ല അല്ലോ എന്നാ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. ചിക്കുൻ്റെ മുഖമെല്ലാം വാടി ഗൈസ്. ഇനി 1 hour എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കണം. ഓടി